ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് റിസ. സുഖല്ല എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. പിന്നെ ഈ ഈദിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായ 1K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അതായത് വെള്ളിയാഴ്ച പെരുന്നാളിന് തലേ ദിവസം എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സായി നമ്മുടെ ചാനലിൽ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സപ്പോർട്ട് ചെയ്തവരോടൊക്കെ ഒരുപാട് നന്ദി. തുടർന്നും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനലിൽ ആർട്ടും കുക്കിങ്ങും വ്ളോഗ്സൊക്കെ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതാ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഉള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. വെള്ളയപ്പവും ചിക്കൻ കറിയും ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങായിരുന്നു. അപ്പോൾ അവർ ഈദ്ഗാഹിൽ പോകുന്നുണ്ട്, ഉമ്മയും വാപ്പയും മോളൊക്കെ കൂടെ. എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ, മോനുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. മോൻ എണീക്കുന്നതിന് മുമ്പ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിയുകയും വേണം. അപ്പോൾ ഞാൻ വേഗം എല്ലാം ചെയ്ത് വെക്കാണ് കേട്ടോ. പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം തക്ബീറൊക്കെ വെച്ചു ടി വിയിൽ. അപ്പോൾ ആ ഒരു തക്ബീർ കേൾക്കുമ്പോൾ പെരുന്നാളിന് ഒരു പോസിറ്റീവ് വൈബാണല്ലോ. അപ്പോൾ അത് കുറച്ച് നേരം വെച്ചു. അപ്പോഴേക്കും എൻ്റെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളയപ്പം വേഗം ചുട്ടെടുക്കുകയാണ്. അവർ വരുന്നേക്ക് മുമ്പ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് റെഡിയാവുകയും വേണം, മോൻ എണീക്കണതിന് മുമ്പ് ചെയ്യുകയും വേണം. അപ്പോൾ സ്പീഡിൽ വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ വെള്ളയപ്പം ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ കറി ഒന്ന് ചൂടാക്കി വെച്ചു. രാവിലെ എണീറ്റിട്ട് എനിക്ക് മോൻ എണീക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്താണ് കേട്ടോ തലേ ദിവസം തന്നെ ചിക്കൻ കറി റെഡിയാക്കി വെച്ചത്. പിന്നെ ഇന്ന് ചിക്കൻ കൊണ്ടുള്ളൊരു കളി തന്നെയാണ്. പിന്നെ അവരൊക്കെ വന്നു. അപ്പോൾ വെള്ളയപ്പവും ചിക്കൻ കറിയൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഇന്ന് ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും തൈര് സാലഡും പപ്പടം അച്ചാർ അങ്ങനെയൊക്കെ ആക്കാമെന്നാണ് വിചാരിച്ചത്. ബീഫ് എല്ലാവരും അങ്ങനെ കഴിക്കില്ല കേട്ടോ ഇവിടെ. അപ്പോൾ ചിക്കൻ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കഴിക്കുന്നത്. പിന്നെ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ബീഫ് തന്നെ ആയിരിക്കും. അപ്പം ഞാൻ വേഗം സവാളയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇവിടെ കൂടുതലും തലേ ദിവസം തന്നെ സവാള ഒന്നും കട്ട് ചെയ്ത് വെക്കാറില്ല കേട്ടോ, അന്ന് തന്നെ ചെയ്തെടുക്കാറാണ് പതിവ്. പിന്നെ ഞങ്ങൾ 3 പേരുള്ളൂ വലുത്, പിന്നെ മോനുമാണ് ഉള്ളത്. അവർ കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ട് അന്ന് തന്നെ ചെയ്താൽ മതിയാവുമല്ലോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ കലക്കി ഒഴിച്ച് മഞ്ഞ കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറായിരുന്നു കേട്ടോ. പിന്നെ ഇതാ പൊരിച്ച് വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും സവാളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്